നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇത് വന്നിട്ട് പഞ്ചമി തിഥി അപ്ഡേറ്റ്. തിഥി വന്നിട്ട് ജൂൺ മാസം 5-ാം തീയതി വെള്ളിയാഴ്ചയാണ് വരുന്നത്. തേയ്പിറ പഞ്ചമിയാണ്. ജൂൺ മാസം 4-ാം തീയതി വ്യാഴാഴ്ച രാത്രി 9 മണിയോടുകൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. കണ്ടിന്യൂസ്ലി നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് അറിയാം ഓൾ പ്രൊസീജിയേഴ്സും. എന്നാൽ പുതുതായി കാണുന്നവരാണ്, നിങ്ങൾക്കും അറിയണമെച്ചാൽ ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഓൾ ഇൻഫർമേഷൻസും റിപ്ലൈ ആയി വരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തകവൽ പോട്ടിരുന്ന ഇന്ന് ശനിയാഴ്ച മെയ് 30-ാം തീയതി എന്നത് വൈകാശി വിശാഖം, അതായത് മുരുക ഭഗവാനോടെ പിറന്ന നാള്. ഇപ്പൊ ഞാൻ പറയുന്ന ഈ പതിവിലെ ഈ 2 പൊരുൾകള് വീട്ടിന്റെ വാതിലില് കേറി വരുന്ന ഇടത്തിൽ വെച്ച് നിലവാസലിൽ വെച്ചിട്ട് അത് பயன்படுത്തുന്നതിനാല് എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ കടങ്ങളും നീങ്ങി നിങ്ങൾക്ക് പണവരം ഉണ്ടാവുന്നതിനും വീട്ടിൽ സമാധാനം, സന്തോഷം, സാമ്പത്തികം എന്നിവ വന്നു ചേരുന്നതിനും ഇത് ഇടയാക്കും. അതെന്തെല്ലാം പൊരുൾകള്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നതെല്ലാം നോക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇനി വന്നോളൂ, നമുക്ക് വൈകാശി വിശാഖം ഇന്ന് എന്തൊക്കെ പൊരുൾകള് എങ്ങനെയെല്ലാം பயன்படுത്തலாம் എന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ഞാൻ വ്യാഴാഴ്ച ഒരു പതിവ് പോട്ടിരുന്ന് അത് വന്നിട്ട് അതും നിങ്ങൾ ധാരാളമായി ചെയ്യാവുന്നതാണ്. അതും ചെയ്യണം, ഇതും നിങ്ങൾ ചെയ്യാവുന്നതാണ്. കാരണം സെൽവം വീട്ടില് അധികരിച്ചു വരുന്നതിന്, സാമ്പത്തികം നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഉയർച്ച ചെയ്യണം. നമ്മൾ ജോലി ചെയ്യുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടുകൂടി ഇങ്ങനെയുള്ള താന്ത്രിക രീതികളും ഒക്കെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രശ്നമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകാൻ, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ അത് ഇടയാകും. ശരിയാ? കലിയുഗ ദൈവമായ മുരുക ഭഗവാനിക്ക് എത്തരത്തിലുള്ള വ്രതങ്ങളും വിശേഷങ്ങളും വന്നിരുന്നാലും കന്ദഷഷ്ടിക്ക് പുറകിലായിട്ട് ഭഗവാന്റെ ആരാധകര് കൊണ്ടാടുന്ന ഒരു ദിവസമാണ് വൈകാശി വിശാഖം. മുരുകനോട് അരുമന വീടുകളിൽ ഈ വൈകാശി വിശാഖം എന്നത് ഭയങ്കര കൊണ്ടാട്ടത്തോടെ 10 ദിവസവും സിറപ്പാന ആഘോഷത്തോടെയാണ് കണ്ടുവരുന്നത്. 10 നാൾ ഉത്സവം എന്ന് വെച്ചാല് 10ാമത്തെ ഡേ, അതായത് ഇന്നത്തെ ദിവസമാണ് വൈകാശി വിശാഖം കൊണ്ടാടുന്നത്. മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് അത് മുടിക്കുന്നു. ആ അളവില് ഈ വൈകാശി വിശാഖത്തിന് മുഖ്യത്വം കൊടുക്കേണ്ട കാരണം എന്തെന്നാല് മുരുകപ്പെരുമാൻ, മുരുക ഭഗവാൻ അവതരിച്ച ദിനം, പിറന്നാള്, അത് ഈ വൈകാശി വിശാഖമാണ്. ഓരോരോ വർഷത്തിലും വൈകാശി മാസത്തിൽ വരുന്ന വിശാഖവും പൗർണമി തിഥിയും ചേർന്ന് വരുന്ന നേരമാണ് വൈകാശി വിശാഖം എന്ന് പറയപ്പെടുന്നത്. ഇതിൽ ഒരു ചില വർഷത്തിൽ വന്നിട്ട് വിശാഖ നക്ഷത്രം തനിയാവും, പൗർണമി തിഥി വന്നിട്ട് തനിയായും വരും. ഒരു ചില വർഷങ്ങൾ വന്നിട്ട് ഇത് ചേർന്നും വരും. എക്സാമ്പിള് ഈ വർഷത്തില് വെള്ളിയാഴ്ച വിശാഖം നക്ഷത്രം ആരംഭിച്ച് ശനിയാഴ്ച വരെ ഇരിക്കുന്നുണ്ട്. പൗർണമി തിഥി വന്നിട്ട് ശനിയാഴ്ച 12 മണിക്ക് മേലെ തുടങ്ങിയിട്ട് ഞായറാഴ്ച വരെയും ഇരിക്കുന്നുണ്ട്. എന്നാല് ഇത് രണ്ടും ചേർന്നിരിക്കേണ്ട സമയം എപ്പോഴെന്ന് നോക്കിയാല് അത് മെയ് 30, ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നാണ് നിങ്ങൾ വിശാഖ നക്ഷത്രത്തിന് വേണ്ടിയ പൂജകളൊക്കെ ചെയ്യേണ്ടത്. മുരുക ഭഗവാൻ വന്നിട്ട് വിനായകർക്കടുത്ത് ഒരു എളിമയായ ഭഗവാൻ. മുരുകനുക്ക് വന്നിട്ട് ഇനിപ്പ്, അതായത് സ്വീറ്റ് എന്നാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സോ ഏതെങ്കിലും ഒരു സ്വീറ്റ് നിങ്ങൾ ചെയ്ത് വെച്ചോളുക. ഇപ്പൊ വന്നിട്ട് ഈ വഴിപാട് ചെയ്യേണ്ടിയത് വൈകുന്നേരം 6 മണിക്ക് മേലെയാണ് ഇന്ന്. ശരിയാ? ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് മേലെ. പറ്റുമെങ്കിൽ നിങ്ങൾ കോവിലിൽ പോയിട്ട് വന്നതിന് ശേഷം ചെയ്തോളുക. ഫസ്റ്റ് എന്താ ചെയ്യേണ്ട വെച്ചാല് ഒരു നെയ് ദീപം വയ്ക്കുക. നെയ് മാത്രം ഒഴിച്ച ദീപം വയ്ക്കാവൂ. ഇതിന് ഭഗവാനുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് നെയ്ദീപം. അതിനാലെയാണ് നെയ്ദീപം തന്നെ വെക്കാൻ പറയുന്നത്. വീട്ടിലിപ്പം 10 പേരാണ് ഇരിക്കുന്നതെങ്കിൽ ഈ 10 പേർക്ക് വേണ്ടിയും ഒരേ ഒരു ദീപം നമ്മൾ വെച്ചാൽ പോതും. അതും ഇത്തവണ ശനിയാഴ്ചയാണ് വൈകാശി വിശാഖം വന്നിരിക്കുന്നത്. ഭയങ്കര പവർഫുൾ ആണ്. ശരിയാ? അത് മാത്രമല്ല, വൈകാശി വിശാഖത്തില് മുരുക ഭഗവാന്റെ ജന്മദിവസം നമ്മൾ ചെയ്യുന്ന ഓരോ വഴിപാടുകളും നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന അളവിന് നമുക്ക് പ്രോസ്പെരിറ്റി എല്ലാം നമുക്ക് കൊണ്ടുതരും. നമ്മുടെ കഷ്ടങ്ങളും തടസ്സങ്ങളും എല്ലാം മാറ്റി നമ്മളുടെ എല്ലാ തടസ്സങ്ങളെയും എടുത്തെറിഞ്ഞു തരും മുരുക ഭഗവാൻ. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം,
നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതം മാറ്റി നമ്മൾ ഉയർച്ചയിലേക്ക് ഉയർന്നു പോകാം എന്നതിന് ഒരു ഗൈഡ് തന്നെ അദ്ദേഹം നമുക്ക് തരുന്നതാണ്. ആ വകയില് ഒരു അർബുദமான പരിഹാരമാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത്. ഗൗനിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് വന്നിട്ട് 2 പൊരുൾകൾ മാത്രം മതി. 2 പൊരുൾകൾ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ കയറി വരുന്ന വാസലില് ചെയ്യാൻ വേണ്ടിയതാണിത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെമ്പരത്തി ഇല ഉണ്ടെങ്കിൽ ചെമ്പരത്തി ഇല എടുത്തോളുക, ഇല്ലെങ്കിൽ വെറ്റില എടുത്തോളുക. രണ്ടിലേതെങ്കിലും ഇല 2 എണ്ണം വേണം. ഇതിൽ വന്നിട്ട് വീട്ടിന്റെ നിലവാസൽ എന്ന് പറയുന്നത്, വീട്ടിന്റെ ഹൃദയം എന്ന് പറയുന്നത് അത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഏതൊരു നല്ല കാര്യം നടന്നാലും നിലവാസലിൽ കൂടെ അല്ലേ വീട്ടിലുള്ളിലേക്ക് കയറി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ളിലിരിക്കുന്ന കെട്ടശക്തികളെയും കെടുതലുകളെയും എല്ലാം വെളിയിലേക്ക് അനുപ്പിവിടുന്നതും ഏത് വഴിയാണ്? ഇതേ നിലവാസൽ വഴിയാണ് അല്ലേ? അതിനാലെയാണ് വീട്ടിന്റെ മുൻവാസൽ എന്ന് പറയുന്നത് അത്രയ്ക്ക് മുഖ്യമാണത് എന്ന് പറയുന്നത്. നമ്മളിത് ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുവേ നന്മകൾ കൊണ്ടുവന്ന് നമുക്ക് ചേർത്ത് തരും. അതില് ഞാൻ ഈ പറയുന്ന ഈ 2 പൊരുൾകൾ വന്നിട്ട് വൈകാശി വിശാഖത്തിനും പൗർണമിക്കും ரொம்ப ഉകந்த പൊരുൾകള്. അതില് ഫസ്റ്റ് പൊരുൾ എന്താച്ചാല് മുരുക ഭഗവാന് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. മുരുക ഭഗവാനുടെ ഗ്രഹം ഏതാണ്? ചൊവ്വ ഗ്രഹം അല്ലേ? അതായത് ചൊവ്വ ഭഗവാന്റെ അധിപതിയാണ് മുരുക ഭഗവാൻ. ചൊവ്വ ഗ്രഹത്തിന് വന്ന ധാന്യം, അതിന്റെ ധാന്യം എന്താണ്? തോരപ്പരിപ്പാണ്. കടം പ്രശ്നം അധികമായിരിക്കുന്നവര്, സ്വത്ത്, നിലം, വീട് ഇങ്ങനെയുള്ളതിന് പ്രശ്നത്തിൽ ഇരിക്കുന്നവര്, അതായത് കേസ് വഴക്ക് അങ്ങനെ ഇരിക്കുന്നവര്, പിന്നെ ജാതകത്തിൽ വന്ന് ചൊവ്വാദോഷം ഇരിക്കുന്നവര്, ഇങ്ങനെയുള്ള എന്ത് പ്രശ്നം ഇരുന്നാലും തോരപ്പരിപ്പ് വെച്ചിട്ട് മുരുക ഭഗവാനും ചൊവ്വ ഭഗവാനും വഴിപാട് ചെയ്യുമ്പോൾ അത് വന്നിട്ട് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെ നമുക്ക് കിട്ടും. ഗ്രഹദോഷത്തിൽ ബാധിക്കുന്നതെല്ലാം നമുക്ക് പോയി കിട്ടും. ശരിയാ. വേറൊരു മുഖ്യമായ വിഷയം എന്താ വെച്ചാല് കല്യാണം നടക്കാതിരിക്കുന്നതിന്, കുട്ടികൾ ഉണ്ടാവാത്തതിന്, അതിനൊക്കെ ഈ ഒരു വഴിപാട് ഭയങ്കരമായിട്ട് കൈ കൊടുക്കും. ചൊവ്വ ഭഗവാൻ കിട്ടാൻ നമ്മൾ തോരപ്പരിപ്പ് വെച്ചിട്ട് എന്ത് പരിഹാരം ചെയ്യുമ്പോഴും അത് വന്നിട്ട് മുരുക ഭഗവാൻ അത് ഏറ്റെടുത്ത് നമുക്ക് വന്ന ബാധിപ്പുകളെല്ലാം മാറ്റിത്തരും. അപ്പൊ ഫസ്റ്റ് പൊരുള് വന്നിട്ട് തോരപ്പരിപ്പ്. ഇനി രണ്ടാമത്തെ പൊരുള് വന്നിട്ട് എന്താ വെച്ചാല് അത് പച്ചരിയാണ്. ഇപ്പൊ ഇനി എന്തിനാ നമ്മൾ പച്ചരി എടുത്തിരിക്കുന്നൊരു ചോദ്യം വരും. ഈ വൈകാശി വിശാഖം എന്നാല് മുരുക ഭഗവാൻ അവതരിച്ച ദിനം എന്നത് പൗർണമിയോടുകൂടി ചേർന്ന് വരുന്നു. പൗർണമി എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രഭഗവാനിക്ക് ഒരു നാള്. ചന്ദ്രഭഗവാൻ വന്നിട്ട് മനോകാരകനാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, ഫൈറ്റ്, സണ്ടൈ, മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങള്, മനചാഞ്ചല്യം, ഇതിനെല്ലാം കാരണമായിരിക്കുന്നതും ചന്ദ്രഭഗവാനാണ്. അതിനെല്ലാം തീർപ്പ് കൊടുക്കുന്നതും ചന്ദ്രഭഗവാനാണ്. ചന്ദ്രഭഗവാനെ വന്നിട്ട് നമ്മൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു വരുമ്പോൾ വീട്ടിലിരിക്കുന്ന എല്ലാ തടസ്സവും, കരിവാളിപ്പും, കറുത്ത എന്ന് നമ്മൾ മനസ്സിൽ കരുതൂല്ലേ ഓരോരോ കേട്ട ശക്തികള്, പിന്നെ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നം, പിന്നെ അപ്പനും അമ്മയും പറയുന്നത് മക്കൾ കേൾക്കാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള എന്ത് പ്രശ്നം ഇരുന്നാലും അത് നമ്മെ വിട്ട് പോയി നമ്മൾ പ്ലസന്റ് ആവും. അതാണ് ഇതിന്റെ മീനിങ്. അങ്ങനെയുള്ള ചന്ദ്രഭഗവാന് കുതകുന്ന ധാന്യമാണ് ഈ പച്ചരി. ഈ 2 പൊരുൾകൾ നിങ്ങൾ എടുത്തിട്ട് 2 ഇലയിൽ, ഞാൻ പറഞ്ഞുല്ലോ ഫസ്റ്റിലെ ചെമ്പരത്തി ഇല ഉണ്ടെങ്കിൽ ചെമ്പരത്തി ഇല എടുത്തോളുക, ഇല്ലെങ്കിൽ വെറ്റില എടുത്തോളുക. 2 ഏതെങ്കിലും ഒരു ഇല 2 എണ്ണം എടുത്ത് ഇത് 2ഉം വെച്ചോളുക. എടുത്ത ഉടനെ ഇത് വെച്ച് അങ്ങ് വെളിയിൽ കൊണ്ടുവന്ന് വെക്കണമെന്നല്ല. മുരുക ഭഗവാന്റെ മുന്നേ വെച്ച് നമുക്കുള്ള ആവശ്യങ്ങളെല്ലാം പ്രേ ചെയ്ത് പൂജയറയിൽ വെച്ചിട്ട് എടുത്ത് നിങ്ങൾ നിലവാസലിൽ വെച്ചോളുക. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങൾ മുരുക ഭഗവാനെ മാത്രം പ്രാർത്ഥിക്കരുത്, ചൊവ്വ ഭഗവാനെയും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചോളുക. കൂടെ മറ്റൊരാൾ കൂടെ ഉണ്ട്, ചന്ദ്രഭഗവാൻ. ചന്ദ്രഭഗവാനെയും വണങ്ങണം. ഇപ്പോ നിങ്ങൾ ഈ 2 പൊരുൾകളും എടുത്തിട്ട് പോയി നിലവാസലിൽ വെച്ചോളുക. ഇനി ഇത് എപ്പോ ചെയ്ത് വയ്ക്കണമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ നേരത്തെ പകൽ സമയത്തിനാണ് പൂജ ചെയ്യുന്നവരാണെങ്കിൽ അത് പൂജയറയിൽ തന്നെ വെച്ചോളുക. എന്നതിന് ശേഷം ഇന്ന് മെയ് 30-ാം തീയതി ശനിയാഴ്ച നിങ്ങൾ പകൽ ചെയ്യുകയാണെങ്കിൽ അത് പൂജയറയിൽ വെച്ചിട്ട് രാത്രി 6:30-ക്ക് മേലെ നിങ്ങൾ എടുത്ത് വീട്ടിന്റെ നിലവാസലിൽ വെച്ചോളുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വെച്ചാലും മതി. ഇല്ല രാത്രിയാണ് നിങ്ങൾ പൂജ ചെയ്യുന്നവരെങ്കിൽ രാത്രി പൂജ ചെയ്തിട്ട് ഒരു അരമണി നേരം പൂജയറയിൽ വെച്ചതിന് ശേഷം എടുത്ത് വെച്ചോളുക. ഇപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോവുക. എന്നിട്ട് മറുനാൾ ഞായറാഴ്ച നിങ്ങളിത് നോക്കുമ്പോൾ തന്നെ, ഉറങ്ങി എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ തന്നെ ഇത് എറുമ്പ് തിന്നിരിക്കും. എന്നാൽ ബാക്കി നിങ്ങൾ എടുത്തതിന് ശേഷം അതിന്റെ സൈഡിൽ, അതായത് വെളിയിലായിട്ട് വന്നിട്ട് എറുമ്പും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കുക. എറുമ്പ് തന്നെ തിന്നോണ്ട് പോയിക്കോട്ടെ. ശരിയാ. ഇത് 2ഉം വീടിന്റെ നിലവാസലിൽ വെക്കുമ്പോൾ
പൗർണമി വെളിച്ചം എന്നത് വീട്ടുക്കുള്ളിൽ ഒരു വലിയ പ്രകാശമായിട്ട് വരും. പ്രപഞ്ചത്തിന് ശക്തി കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ നിലവാസലില് ഈ 2 പൊരുൾകളും വയ്ക്കുമ്പോൾ ഒരു പക്കത്ത് തോരൻ പരിപ്പ് കൊണ്ട് ചൊവ്വ ഭഗവാൻ ഭയങ്കരമായിട്ട് വീടിനുള്ളിൽ പ്രവേശിക്കും. ഇന്നൊരു പക്കത്തിൽ പച്ചരിസി കൊണ്ട് ചന്ദ്രഭഗവാന്റെ അരുള് വീട് മൊത്തത്തിൽ അടർന്നു വരും. ഇത് നിങ്ങൾ ധാരാളമായി ചെയ്തോളുക. ഈ 2 പൊരുൾകളും വന്നിട്ട് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെയല്ലേ. ഇതിനൊന്നും പ്രത്യേകിച്ച് ചെലവ് ചെയ്ത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിന് വേണ്ടിയിട്ട് ഈ സാധനം പോയി ഓടിപ്പടച്ച് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളതിന്ന് എടുത്തോളുക. ഇതിൽ നിന്നും കിട്ടുന്ന ഒരു 10 രൂപയായാലും ശരി, അതിന്റെ അധിപതി നിങ്ങൾ തന്നെയാണ്. ശരിയാ? ഇന്ന് ഈ വൈകാശി വിശാഖത്തിന് നിങ്ങൾ ഇത് വഴിപാട് ചെയ്ത് വെച്ചിട്ട് നാളെ ഞായറാഴ്ച മെയ് 31 തീയതി നിങ്ങൾ ഇത് പറഞ്ഞതുപോലെ എടുത്ത് ഉറുമ്പുകൾക്ക് തിന്നാൻ കൊടുക്കുക. ഇനി എറുമ്പൊന്നും ഇല്ല, നിങ്ങളുടെ ഭാഗത്ത് എറുമ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെടിക്ക് ഇട്ടോളുക. ശരിയാ? അപ്പൊ ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.